പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപാറ. നമ്മുടെ ചിന്താ ചാനലിലേക്ക് ചിന്താ ചാനൽ കാണുന്ന എല്ലാവർക്കും സ്നേഹത്തോടെയുള്ള സ്വാഗതം. ഞാൻ കൊടുത്തൊരു ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? കത്തി നശിച്ചിട്ടും ബാക്കിയായത്. നമ്മൾ ഒരു സാധനം കത്തിക്കാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പേപ്പറായിരിക്കും. അല്ലെങ്കിൽ കത്തിക്കാൻ നമ്മൾ ആദ്യം തീ കൊടുക്കുന്നത് പേപ്പറിലായിരിക്കും, ആദ്യം തീ പിടിക്കുന്നത് പേപ്പറിലായിരിക്കും. നമ്മൾ ഒത്തിരി അത്ഭുതങ്ങൾ ഒരുപാട് കാലങ്ങളിൽ കേട്ടതാണ്. ഇവിടെ കത്തി, ഇവിടെ കത്തി, പ്ലെയിൻ കത്തി, ഖുർആൻ ബാക്കിയായി. ഇതൊരു അത്ഭുതമാണ്, ദൈവിക ഗ്രന്ഥമായതുകൊണ്ട്. ഞാനിതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്, ഞാനൊരു വീഡിയോ കാണാനിടയായി. ഇത് മാൻമെയ്ഡാണ്, മനുഷ്യനിർമ്മിതമാണ്. ഇത് മുഹമ്മദ് നബിയുടെ ഗ്രന്ഥമാണ്. ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഇത് ഈ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്, അതിൻ്റെ അവതരണം പൂർത്തിയാക്കുന്നത്. അന്ന് പ്രവാചകൻ്റെ തോയന്മാരും ഹാഫിളായിരുന്നു, അവർ മനഃപ്പാടമാക്കിയിരുന്നു. അതങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞ് തലമുറയായി വന്ന് പിന്നെ പുണ്യ റസൂലിൻ്റെ പ്രതിനിധികൾ, ഖലീഫമാർ വന്ന്, 1-ാം ഖലീഫ, 2-ാം ഖലീഫ, 3-ാം ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന മുസ്ഹഫ് ക്രോഡീകരണം വന്നത്. ഇതുപോലെയുള്ള കൊല്ലങ്ങൾ, സെഞ്ചുറി 14-15 കഴിഞ്ഞെങ്കിലും, 1500 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരധ്യായത്തിനോ ഒരർഫിനോ മാറ്റം വരാതെ ഇന്നും വേൾഡിൽ ഒരു തിരുത്തലിനോ വിധേയമാവാത്തൊരു ഗ്രന്ഥം. ഇതെങ്ങനെ മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമാവും? അതുപോലത്തെ മറ്റൊന്ന് എത്ര ചരിത്രകാരന്മാർ, എത്ര വലിയ ചരിത്രകാരന്മാർ ലോകത്ത് കഴിഞ്ഞു പോയി. എന്തെല്ലാം കൃതികളുണ്ടായിരുന്നു. ഓരോ തലമുറ കഴിഞ്ഞു പോകുമ്പോൾ അത് നാമാവശേഷമാവും, അല്ലെങ്കിൽ അതിൻ്റെ തിരുത്തലിന് വിധേയമാവും. എത്രയും അനുഭവങ്ങൾ. അപ്പോൾ ഈ 23 വർഷം ഈ ഇറങ്ങിയ ഖുർആൻ, ഉദാഹരണം, അത് ഖുർആൻ ഇറങ്ങിയത് നമ്മൾ അറബ് നാട്ടിൽ, ഇന്നത്തെ പച്ചപ്പല്ല സങ്കല്പിക്കേണ്ടത്, മരുഭൂമിയുടെ മണൽക്കാട്ടിൽ. അവിടെ ഖുർആൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രീമിയം ലൈഫിൽ ഇന്നിപ്പോൾ ഒരു പ്രീമിയം കണക്കാക്കൽ, ഒരു 10 ബെൻസ് 10 BM ഉണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം അല്ലേ. അന്നത്തെ പ്രീമിയം അഥവാ റോയൽ ലൈഫിന് ഏറ്റവും ഉദാത്ത മാതൃക ഒട്ടകമാണ്. അന്നത്തെ ജനങ്ങളുടെ, അഥവാ ഇന്നത്തെ ജനങ്ങളുടെ, സൗദിയിലുള്ളവരോടായാലും ലോകത്ത് എവിടെയുള്ളവരുടെ മരുഭൂമിയിലെ ഒരു ഒട്ടകത്തെക്കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒട്ടകത്തെ സൃഷ്ടിച്ചത് നിങ്ങൾ എങ്ങനെയാണ് നോക്കൂ. ഇതിൻ്റെ ബാക്കിൽ ഒരു ജഗനിയന്താവുണ്ടോ, ഒരു കർത്താവുണ്ടോ, ഒരു സൃഷ്ടിയുണ്ടോ? അത് ചിന്തിക്കാൻ ഖുർആൻ പറയുന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ഇലസ് സമായി കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നസിബത്. ഖുർആൻ്റെ ആ ചോദ്യം, ഖുർആൻ്റെ ഓരോ വരികളും അന്നും ഖുർആൻ വെല്ലുവിളിച്ചിരുന്നു. ഇതുപോലെ തത്തുല്യമായ ഒരു വരി കൊണ്ടുവരാൻ കഴിയുമോ? അത് അന്നത്തെ കാലത്ത് കഴിഞ്ഞ അറബി ഭാഷകൾ കൊണ്ട് അമ്മാനമാടുന്ന അറബി സാഹിത്യകാരന്മാർ കഴിയാത്തത് ഇന്ന് ഒരു നിരീശ്വര ചിന്താഗതിക്കാർ ഇത് മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ എന്തൊരു ഒരു അരോചകമാണത്. ആ ചോദ്യം, ഖുർആന്റെ ചോദ്യം, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരു ഒരു പ്രകൃതിയിൽ നമ്മുടെ ലൈഫ്, നമ്മൾ ഒരു പൊടിപടലങ്ങൾ പിടിച്ച ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ നല്ല പൊടി പാറുന്നതിൽ നമ്മൾ എത്ര മിനിറ്റ് നിൽക്കും? അവൻ്റെ അത്ഭുത ഒരു ജീവിയെക്കുറിച്ച് അത് ചോദിക്കുന്നത്. ഒട്ടകം എങ്ങനെ സൃഷ്ടിച്ചെന്ന് നോക്കുന്നുണ്ടോ? അതുപോലെ ഈ ഒട്ടകത്തിൻ്റെ പൊടിപടലങ്ങൾക്ക് അതിൻ്റെ മൂക്കും അതിൻ്റെ വായും അതിൻ്റെ പുരികവും പ്രത്യേക ടൈപ്പ് 2 പുരികത്തിന് എക്സ്ട്രാ വേറെ കൊടുത്തും ഈ പൊടിപടലങ്ങൾക്ക് ഒരു നെറ്റായിട്ട്. നമുക്ക് ഒരു ദാഹത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രക്തക്കുഴലുകളെ പൊട്ടി പോകാൻ, അമിതമായി കുടിച്ചാൽ നമുക്ക് കഴിയില്ല. മറ്റു ജീവികൾക്ക് ഒരു ആട് പോയി പോത്ത് വരുമ്പോൾ ഒന്നിനും കഴിയില്ല. പക്ഷെ അവിടെയാണ് റബ്ബിൻ്റെ ചോദ്യം, ഒട്ടകത്തെ സൃഷ്ടിച്ചത് എങ്ങനെ? നിങ്ങൾ ഒട്ടകത്തെ അതിൻ്റെ സൃഷ്ടി ചിന്തിച്ചാൽ തന്നെ ഇതിനെ പിന്നെ സൃഷ്ടാവുണ്ടെന്ന്. ഒരു ഒട്ടകം, വലിയൊരു ഒട്ടകം, വലിയ ഭാരമുള്ള ഒട്ടകം, മെലിഞ്ഞ നീണ്ട കാലുകൾ, മണലാണെങ്കിൽ ലൂസ് മണൽ, ആ മണലിൽ എങ്ങനെ നടക്കും? കാല് താഴ്ന്നു പോകും. ആ കാല് താഴ്ന്നു പോകാതിരിക്കാൻ പ്രത്യേക ഘടനയിലാണ് ആ രൂപകൽപ്പന ചെയ്തത്. അപ്പം മാസങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളോളം അതിന് വെള്ളം കുടിക്കാതെ അവന് ജലസംഭരണിയായിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നിടത്തോളം അതിൻ്റെ വാട്ടർ ഇത് വികസിച്ച് വരും.
അത്ഭുതമാണ്. എത്രയോ കാലങ്ങൾക്കുള്ള വെള്ളം സംഭരിക്കാനുള്ള ടാങ്ക് നിർമ്മാണം വളരെ അത്ഭുതമാണ്. മറ്റു ജീവികൾക്കൊന്നുമില്ല. അതിനെ അങ്ങനത്തെ പരിതസ്ഥിതിയിൽ ജീവിക്കാനുള്ള ഉദാത്തമായ ഒരു ജീവിയായിട്ടാണ് അള്ളാഹു പഠിച്ചത്. വൈലസ്സമായി കൈഫുറുഫിഴത്ത്, തൂണില്ലാതെ എങ്ങനെ ആകാശം നിലനിർത്തി. ഇത് അന്നത്തെ ജനങ്ങളോട് ചോദിച്ചത് ഇന്നും പ്രസക്തമാണ്. വൈലൽ ജിബാലി കൈഫൻസിട്ടോ, ഭൂമിക്ക് ആണിയായിട്ട് എങ്ങനെ നാം പർവ്വതം സംവിധാനിച്ചു. ഇതൊക്കെ ചിന്തിച്ചാൽ ഇതിൻ്റെ പിറകിൽ ഒരു ജഗനിയന്താവ് ഉണ്ടെന്നതിൽ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഖുർആൻ മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നവരോട് അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ആജ്ഞ ഈ 23 വർഷങ്ങൾക്ക് പുണ്യനബിയുടെ ജീവിതത്തെ കാലത്ത് 23 വർഷങ്ങൾക്കിടയിൽ വഹി മുഖേന, അത്ഭുതകരമായിട്ടുള്ള വഹി മുഖേന ഇറങ്ങിയ ഖുർആന്, അതിന് ഒരിക്കലേ നമ്മുടെ ഉമ്മാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ കുറിച്ചൊരു ആരോപണം ഉണ്ടായി. ആയിഷ ബീവി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയും നബിയും ആയിഷ ബീവിയുടെ കുടുംബവും ഒക്കെ വളരെ വിഷമം സഹിച്ചുകൊണ്ട്, പെഞ്ചല് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നാട് പരന്നു. നാടും കുടുംബവും ഖുറൈശികളും മൊത്തം. ഈ മനുഷ്യനിർമ്മിത ഖുർആനാണെങ്കിൽ അറബി ഭാഷ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന അറബികൾക്ക്, പുണ്യ നബിക്ക്, മുഹമ്മദ് നബിക്ക് ഈ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് മാസങ്ങളോളം കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, ആയിഷ ബീവിയുടെ ജനങ്ങളുടെ നാട് മൊത്തം ഈ ആരോപണം വന്നിട്ട് സൂറത്ത് നൂറിലാണ് ആയിഷ ബീവി നിരപരാധിയാണെന്നൊരു ആയത്തിറങ്ങിയത്. അതുവരെ മുഹമ്മദ് നബിക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സ്വയം നിർമ്മിതമാണെങ്കിൽ ഒരായത്ത് അറബി നബിക്ക് അറിയില്ലേ? ഒരായത്ത് നിർമ്മിച്ചാൽ മതി, ചിന്തിക്കാന്. അപ്പോൾ ആയിഷ ബീവിയെ കുറിച്ച് അത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും പുണ്യനബി വിഷമത്തോടെ നടന്നിട്ടും അള്ളാഹുവിൻ്റെ വഹയ്യ് കാത്ത് സൂറത്ത് നൂറിൽ ആയത്ത് ഇറങ്ങുന്നത് വരെ ഇതിൽ മുഹമ്മദ് നബി മനുഷ്യനാണ്, മലക്കല്ല. പക്ഷേ മുഹമ്മദ് നബിയുടെ നിർമ്മാണമല്ല എന്നുള്ളതിന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എത്രയോ കൃതികൾ, എത്രയോ വലിയ വലിയ കൃതികർത്താക്കൾ, രചയിതാക്കൾ, സാഹിത്യകാരന്മാർ കഴിഞ്ഞു. ഏതെങ്കിലും കൃതി ഇന്ന് ബാക്കിയായിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ മുമ്പിലുള്ള ഖുർആൻ, മുസ്ഹഫ്, ഖുർആൻ മജീദ്, നമ്മൾക്കിവിടെ തിരൂരങ്ങാടി പ്രസ്സിൽ നിന്ന് അടിക്ക് നമ്മൾ ഈ കേരളത്തിലും മലപ്പുറത്തും ഇവിടെയുള്ള ഖുർആന് ഇതേ ഖുർആനാണ് സൗദിയിലും മക്കയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ലോകത്തിന് മുക്കിൽ എവിടെയും ഒരു തരിക്ക്, ഒരു അധ്യായത്തിന്, ഒരു അർഫിന്. ഇവിടെ ബിസ്മില്ലാത്ത സൂറത്തിന് അവിടെയും ബിസ്മില്ല. ഇത് ഖുർആന് ഒരണുകിട മാറ്റമില്ലാതെ കാലങ്ങളോളം തുടർന്നതും ഇനി കാലങ്ങളോളം ഇസ്രാഫീലിൻ്റെ അന്ത്യത്തെ ഊത്തുവരെ തുടരുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ഖുർആൻ അന്നേ വെല്ലുവിളിച്ചാണ് സമമായ ഒരു വരി കൊണ്ടുവരി. എന്നിട്ടും ഈ ഒരു നിരീശ്വര ചിന്താഗതിക്കാർ, ഇസ്ലാം വിരോധികൾ, അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിമുകൾ, എന്തോ അവരുടെ ചിന്ത ഇതൊരു മനുഷ്യനിർമ്മിതമാണ്. എന്താ ലോജിക്ക്? മറ്റൊരു ഒരു ഗ്രന്ഥം ഇതുപോലെ പറഞ്ഞു തരണോ? അങ്ങനെ ഒരു ഗ്രന്ഥമില്ല. അപ്പം അതാണ് നമ്മൾ ഒരുപാട് അപകടങ്ങളിലും ഒരുപാട് അനുഭവങ്ങളിലും ഈ പുണ്യം മുസ്ഹഫ് നശിക്കാത്ത ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടു. പ്ലെയിന് കത്തി, പുണ്യ ഖുർആനൊന്നും പറ്റിയില്ല. എത്രയോ അനുഭവങ്ങളാണ്, ഇത് വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ, മുസ്ഹഫ് മജീദ് അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ലോകത്ത് ബുദ്ധിയുള്ളവർക്ക് അത് തിരിയും. ബുദ്ധി ഇല്ലാത്തവർക്ക് ബുദ്ധി അഭിനയിച്ചിട്ടാണോ എന്തോ അറിയില്ല, മറ്റെന്തെങ്കിലും മുതലെടുപ്പിനാണെന്ന് അറിയില്ല ഖുർആനെ എതിർക്കുന്നത് നിരീശ്വര ചിന്താഗതിക്കാർ. പുണ്യ ഖുർആൻ 23 വർഷം കൊണ്ട് അവതരിച്ചു. 1400, 14, 15 സെഞ്ചുറികൾ, കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇനി കാലത്തിൻ്റെ അവസാനം വരെ പുണ്യ ഖുർആനാണ് മുസ്ലിമിൻ്റെയും ഇസ്ലാമിൻ്റെയും വിശ്വാസികളുടെയും ഇവിടത്തെയും അവിടത്തെയും അവലംബം. പുണ്യ ഖുർആന് പകരം വെക്കാൻ ലോകത്ത് ഒരു വരികളും, ഒരു സാഹിത്യവും, ഒരു അറബിയും, ഒരു കൃതിയും, ഒരു കിതാബും, ഒരു ഏടുകളും പുണ്യ ഖുർആനിൻ്റെ തത്തുല്യമായത് ഇറങ്ങിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഒരു മാസ്മരിക ഗ്രന്ഥമാണ്. ഖുർആന്റെ വരികൾ ഏത് കാലത്തിനും യോജിച്ചതാണ്, ഏത് മേഖലയിലേക്കും യോജിച്ചതാണ്.
അടുക്കളയിലേക്കുള്ള കാര്യം ഖുർആനിലുണ്ട്. അരങ്ങിലേക്കുള്ള കാര്യം, പ്രജ എങ്ങനെയാവണം, രാജ എങ്ങനെയാവണം, അടിമ എങ്ങനെയാ, ഉടമ എങ്ങനെയാവണം, അങ്ങാടിയിലെങ്ങനെയാവണം, പാടത്തെങ്ങനെയാവണം, റോട്ടിലെങ്ങനെയാവണം, വഴിയിലെങ്ങനെയാവണം, രാജപീഠത്തിൽ എങ്ങനെ നിൽക്കണം, വിധി എങ്ങനെ നടപ്പാക്കണം. ഖുർആനിലില്ലാത്ത ഒരു മേഖലയുമില്ല. ഏത് മേഖലയിലും ഇസ്ലാമിൻ്റെ ഒരു കാലത്ത് നിയമം പുണ്യ ഖുർആനിൻ്റെ വരികളും പേജുകളുമായിരുന്നു. പുണ്യ ഖുർആൻ ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും വിശ്വാസികളുടെ അവലംബമാണ്. പുണ്യ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഭാവിയും വിജയിപ്പിക്കുകയും ഭാസുരമാക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.